പേര് കൃഷ്ണകുമാർ, കണ്ണെന്ന് വിളിക്കും. ഇവിടെ മുണ്ടക്കോട്ടുകൃഷി ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നൊരു സ്ഥാപനം നടത്തുകയാണ്. ഏകദേശം ഒരു 37 വർഷമായിട്ട് സ്ഥാപനം. 1987 തുടങ്ങിയത്. അച്ഛനായിട്ട് തുടങ്ങിയതാണ്. ഷോപ്പ് തുടങ്ങിയിട്ട് അത്രയും വർഷമാണ്. അന്നത്തെ കാലത്ത് സത്യം പറയാൻ നമ്മുടെ മുണ്ടക്കോട്ടുകൃഷിയിലൊരു ആദ്യത്തെ ഒരു വെൽഡിങ് സ്ഥാപനം തന്നെ പറയാം. അപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെയാണ് ഞാനും. ഏകദേശം നമ്മൾ ഒരു 6-7 പഠിക്കുന്ന സമയം മുതലേ ഈ വെൽഡിങ് ഫീൽഡായിട്ട് ബന്ധമുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 25 വർഷത്തോളമായി. നമ്മൾ ചെയ്യുന്നത് ഗേറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്രിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഷട്ടറിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ കൊളാപ്സിബിൾ ഗേറ്റിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രസ് വർക്ക്, അതുമാതിരി സ്റ്റെയർ കേസ്. ഇപ്പോൾ നിലവിൽ വരുന്ന എല്ലാ വർക്കുകളും നമ്മൾ വെൽഡിങ് സംബന്ധമായിട്ടുള്ള ഒരുവിധം എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാക്ടറിൻ്റെ ഗേജ് വീലിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഈ വർക്ക്ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക, അധികം MS ഇരുമ്പിൽ വെച്ചുള്ള പരിപാടികളാണ് കൂടുതലുണ്ടായിരുന്നത്. അത് ഡിസൈൻ വർക്കുകൾ, ഗേറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ MS ഫ്ലാറ്റിൽ, അതുപോലെ MS ആംഗ്ലറുകൾ, ഇപ്പോൾ ട്രസ് വർക്ക് ചെയ്യുകയാണെങ്കിലും MS പൈപ്പുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് GP പൈപ്പ് അല്ലെങ്കിൽ GI പൈപ്പിലേക്ക് മാറി. അന്ന് പറഞ്ഞ ഡിസൈൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിസൈൻ വളക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. കാരണം ഇന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ പൈപ്പുകൾ കട്ട് ചെയ്യാനുള്ള എല്ലാ മെഷീനറീസായി, അതുമാതിരി വെൽഡിങ്ങിനാണെങ്കിലും എല്ലാറ്റിനും അതിൻ്റേതായ മെഷീനറീസും കാര്യങ്ങളും ഉണ്ട്. അന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇരുമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാമർ വെച്ച് അടിച്ച് പൊട്ടിക്കുക. അതുപോലെ ഒരു ഡിസൈൻ വളക്കുകയാണെങ്കിൽ ആ സാധനം നമ്മൾ ലിവറിൽ വെച്ച് വളച്ച്, അതുപോലെ ഇപ്പോൾ നമ്മൾ പണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പള്ളികളുടെയൊക്കെ വർക്കുകൾ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്ത് പള്ളിയുടെ മിനാരം, അതുപോലെ അമ്പലങ്ങൾക്ക് ശ്രീകൃഷ്ണൻ്റെ, അതുപോലെ ഗണപതിയുടെ ഒരുപാട് നമ്മൾ ഈ MS പട്ടകളിൽ വളച്ചുണ്ടാക്കുന്ന ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ ചെറിയ ചെറിയ ബുഷ് അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് അടിച്ച്, കമ്പി വെച്ച് അടിച്ച്, ലിവറിൽ വെച്ച് അടിച്ച്, അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞാൽ അത്രയും ഡിസൈനൊന്നും ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ CNC കട്ടിങ് ഒരു സൗകര്യമുണ്ട്. അതുപോലെ ഇപ്പോൾ പൈപ്പ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ബെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് തന്നെ ചെയ്യണമല്ല. കോമ്പറ്റീഷൻ ഉണ്ട്, അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം വർക്കുകളും ഉണ്ട് നമുക്ക്. കാരണം എനിക്ക് നല്ല ഒരുവിധം ഇത് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുവിധം ആളുകൾക്കൊക്കെ വർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉറപ്പായിട്ട് മാറ്റം വരും. കാരണം വെച്ചാൽ ഇരുമ്പ് എന്നുള്ള സംഭവം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഇരുമ്പിലാണ് ഇപ്പോൾ. കാരണം നമുക്ക് ഇപ്പോൾ ഒരു വീടിൻ്റെ റൂഫിങ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഇരുമ്പ് എന്നുള്ള ഐറ്റം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇനിയും അത് വികസനം എന്നല്ലാണ്ട് ഇതിൻ്റെ പിന്നിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പം 4 പേരുണ്ട്, 3-4 പേരുണ്ട്. അധികം സൈറ്റ് വർക്കാണ്. ഗേറ്റ് ഗ്രില്ലൊക്കെ ആണെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്യും. പിന്നെ ഡ്രസ് വർക്ക് അതുപോലത്തെ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ സൈറ്റിൽ പോയിട്ട് ചെയ്യും. അധികം ഡ്രസ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാം ചെയ്യുന്നുണ്ട്. ഷീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന എല്ലാ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെല്ലും, അളവെടുക്കുന്നു, സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നു, ഏത് മെറ്റീരിയലാണ് അവർ ഉപയോഗിക്കുന്നത് ചോദിക്കും. അതുപോലെ ഓരോന്നിനും ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിക്ക് പറയും അവർ റേറ്റ്. ചിലർ പറയും നമുക്ക് അത്ര വലിയൊരു എമൗണ്ടിലേക്ക് പോകണ്ട, അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നമ്മൾ പറയും. പിന്നെ അതുപോലെ ചിലർക്ക് പറയും നമുക്ക് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ നല്ല സാധനത്തിൻ്റെ വർക്ക് എടുക്കണം, അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് അങ്ങനെ പറയും. ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ മുകളിൽ റൂഫിങ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ലെഗ് അടിക്കുകയാണെങ്കിൽ നമ്മൾ അടിയിൽ പ്ലേറ്റ് അടിച്ച് ഹാങ്കർ ബോൾട്ട് ചെയ്ത് അതിന് പുറമെ നമ്മൾ പാരപ്പറ്റിക്ക് ഒരു കമ്പി അടിച്ച് ടൈറ്റാക്കി അതിൻ്റെ പുറമെ നമ്മൾ കാലുകൾ കോൺക്രീറ്റ് അടക്കം ചെയ്യും. പിന്നെ ഷീറ്റാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം സ്ക്രൂ കൊടുക്കും. വെൽഡിങ് ചെയ്തിട്ട് സപ്പോർട്ട് പട്ടൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിക്ക് വെൽഡ് ചെയ്ത് ചെയ്യാറുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഒരുവിധം ഈ ഫീൽഡിൽ എല്ലാവരും ചെയ്യുന്നതാണ് ഉണ്ടാവുക. എനിക്ക് അമ്മ, എൻ്റെ ഭാര്യ, കുട്ടികൾ, പിന്നെ ചേച്ചിയുണ്ട്, പിന്നെ അളിയൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ മരണത്തോടുകൂടിയാണ് ഞാൻ നാട്ടിൽ സ്ഥിരമായത്. ആ സമയത്തൊക്കെ ഗൾഫിലായിരുന്നു. അച്ഛൻ പെട്ടെന്ന് അസുഖം വന്നു, ക്യാൻസർ ആയിരുന്നു. അങ്ങനെ ഞാൻ ലീവിന് വന്നതാണ് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. അങ്ങനെ അച്ഛനെ ഏറ്റെടുത്ത വർക്കുകൾ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ പാടെ പിന്നെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അന്ന് എന്നെ സത്യം പറഞ്ഞാൽ നല്ലോണം സപ്പോർട്ട് ചെയ്ത് ഞാനവിടെ ഗൾഫിൽ ജോലി ചെയ്യണ എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരാണ്. കാരണം എനിക്ക് ഇന്ന് വിസ അടിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ അപ്പം തന്നെ കയറിപ്പോയാണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കയറിപ്പോയാണ്. ആ കമ്പനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഭാവി പരിപാടി ഇതുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് നമ്മുടെ ഭാവി പരിപാടി. ഇതിലും എത്രത്തോളം നമുക്ക് വളരാൻ സാധിക്കുമോ അത്രത്തോളം വളരാന്നുള്ള ഉദ്ദേശം. പിന്നെ നമുക്ക് ഇപ്പോൾ 4 പേര് 3 പേര് പണിക്കാരുണ്ട്. പണിക്കാരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്കും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അതുപോലെ ഇനിയും കുറച്ച് ആളുകൾക്ക് വർക്ക് കൊടുക്കാൻ സാധിച്ചു വെച്ചാൽ അത് നമുക്ക് സന്തോഷമാണ്.
നമ്മളിപ്പോൾ അതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചു പോകുന്ന ആളാണ്. ഉണ്ട് ഫാദറിനൊപ്പം ഇഷ്ടം. ഞാൻ തുടങ്ങിയത് ഫാദറിനൊപ്പമാണ്. അതായത് ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതലൊക്കെ അച്ഛൻ്റെ കൂടെ അതേപോലെ വന്നിട്ട് ഇവിടെ നിൽക്കാറുണ്ട്. അന്നൊക്കെ ഒരുപാട് പേര് പണിക്കാരെന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ്റെ കൂടെ ജോലിക്ക് അവരുണ്ടായിരുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഞാനിവിടെ വരും. അതുപോലെ അച്ഛൻ്റെ കൂടെ നമ്മളെ കൊണ്ട് അന്ന് എന്തോ കഴിയുന്നു, പെയിൻ്റ് അടിക്കാനാണെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ പുട്ടിയിടാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അന്നൊക്കെ ഞങ്ങളൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ആ സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരും വന്നിട്ടാണ് ഇവിടെ ഗ്രില്ല്. അന്നൊക്കെ അധികം കൂടുതൽ പള്ളികൾക്ക് ഗ്രില്ല് ഉണ്ടാക്കൽ ഒരുപാടുണ്ട്. എൻ്റെ ഈ പരിസരത്ത് ഒരുവിധം എൻ്റെ നാട്ടിൽ പറഞ്ഞ വല്ലപ്പുഴ, മൂളൂർ, അതുപോലെ ഈ ഭാഗത്തേക്കുള്ള ഒരുവിധം പള്ളികൾക്കൊക്കെ പണ്ട് എൻ്റെ അച്ഛനാണ് വർക്ക് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽക്കൊക്കെ ഒരുപാട് ഗ്രില്ലുകൾ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതൊക്കെ പെയിൻ്റ് അടിക്കലായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് വർക്കുണ്ടായിരുന്നു. അന്ന് മുതലേ നമ്മളിതിൻ്റെ പിന്നാലെ ഉണ്ട് ശരിക്കും പറഞ്ഞത്. നമ്മളങ്ങനെ ടെക്നിക്കലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ പഠിത്തം, അല്ലാണ്ട് കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു വിദ്യാഭ്യാസം പറഞ്ഞ പ്രീ ഡിഗ്രിയാണ്. ഇതിനായിട്ട് നമ്മൾ വെൽഡിങ് സംബന്ധമായിട്ട് പ്രത്യേകിച്ച് കോഴ്സോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഗൾഫിൽ പോയ സമയത്ത് ഞാൻ അവിടുന്ന് 6G അല്ലെങ്കിൽ 6GR അതിൻ്റെ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. അവർ ഷിപ്പ് യാർഡിലെ ജോലി ചെയ്തായിരുന്നു. അതിൻ്റേതായ ടെസ്റ്റുകൾ അടിച്ചിട്ടുണ്ട്. വെൽഡിങ് അല്ലെങ്കിൽ ഇതൊരു എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറയുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ, ഉള്ള കാര്യം പറയുന്നത്. പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് നല്ല രീതിക്ക്, പാർട്ടിക്കാർക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക, അതൊരു മെയിൻ ഘടകമാണ്. ഒരുവിധം നല്ല രീതിക്ക് വർക്ക് എടുത്ത് കൊടുക്കുക, ആളുകളോട് നന്നായിട്ട് പെരുമാറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കുകൾ കിട്ടും. നമ്മളിപ്പോൾ ഒരു വർക്ക് ഏറ്റു, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കസ്റ്റമർക്ക് തന്നെ ചിലപ്പോൾ പിന്നെയും വർക്ക് ഉണ്ടാവും. അവർ നമ്മളെ തന്നെ വിളിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കൊടുക്കണം, നല്ല രീതിക്ക് പെരുമാറണം. അപ്പോഴല്ലേ നമുക്ക് പിന്നെയും അവർ അല്ലെങ്കിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിൽ ഒരു വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെയും വിളിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് പെരുമാറുക, അതുപോലെ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. മുണ്ടക്കോട്ടുറിശി പറഞ്ഞ സ്ഥലത്താണ്, ചളവ പഞ്ചായത്തിൽ മുണ്ടക്കോട്ടുറിശി പറഞ്ഞ സ്ഥലത്താണ് ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഏകദേശം ഒരു 37 വർഷം ആയി സ്ഥാപനം തുടങ്ങിയിട്ട്.